ഇസ്രായേല് പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധം മുഴുവൻ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. അമേരിക്ക നിർത്തു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഇസ്രായേലിന് ആ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. യുദ്ധം അവസാനിപ്പിക്കണം, പാലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആകെയുള്ള 15 സുരക്ഷാ കൗൺസിൽ അംഗങ്ങളിൽ 14 അംഗങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തെങ്കിൽ ഒരു രാജ്യം മാത്രമാണ് എതിരായിട്ട് വോട്ട് ചെയ്തത്, അത് അമേരിക്കയാണ്. ഈ പറഞ്ഞ ആക്രമണത്തിന്റെ പേരിൽ ട്രംപ് നടത്തിയെന്നൊക്കെ പറയുന്നത് മീഡിയാസ് ഹൈപ്പുകളാണ്. ഒരു അന്തർദേശീയ നിയമങ്ങളും അവർക്ക് ബാധകമല്ല. അന്തർദേശീയ നിയമങ്ങളെ പുച്ഛത്തോടു കൂടി കാണുന്ന, വാസ്തവത്തിൽ അന്തർദേശീയ നിയമങ്ങളെ എല്ലാം തള്ളിക്കളയുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. മറ്റുള്ള രാജ്യങ്ങളെ പേടിപ്പെടുത്തി അമേരിക്കൻ ചേരിയിൽ നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ പദ്ധതിയുടെ ഭാഗമാണ്. സർ, ഹമാസ് നേതാക്കളെ വധിക്കാൻ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പച്ചത്തെറി വിളിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമ്പോഴാണ് ട്രംപിന്റെ ഈ പരാമർശം വന്നതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായിരിക്കും ട്രംപിനെ ഇത്രയും പ്രകോപിപ്പിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പത്രവാർത്തകളിലൊക്കെ ഇങ്ങനെ വരുന്നത് ഉണ്ടെങ്കിൽ പോലും ഈ ഇസ്രായേല് പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധം മുഴുവൻ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. അമേരിക്ക നിർത്തു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഇസ്രായേലിന് ആ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഇസ്രായേലിന് വേണ്ട സാമ്പത്തിക സഹായം, ഇസ്രായേലിന് വേണ്ട സൈനിക സഹായം, ഇസ്രായേലിന് വേണ്ട രാഷ്ട്രീയ സഹായം, ഇതെല്ലാം അതിശക്തമായി എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്ക ഇത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയ സഹായം, ഇപ്പൊ നമുക്ക് നോക്കൂ, ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ 10 രാജ്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും അവസാനം പോർച്ചുഗലിന്റെ അംഗത്തുണ്ട്, 10 രാജ്യങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ രാജ്യങ്ങൾ തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഇത് 2-3 ദിവസം മുമ്പ് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കണം, യുദ്ധം അവസാനിപ്പിക്കണം, പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആകെയുള്ള 15 സുരക്ഷാ കൗൺസിൽ അംഗങ്ങളിൽ 14 അംഗങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തെങ്കിൽ ഒരു രാജ്യം മാത്രമാണ് എതിരായിട്ട് വോട്ട് ചെയ്തത്, അത് അമേരിക്കയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെല്ലാം ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ രക്ഷിക്കാമോ ആ ഘട്ടങ്ങളിലെല്ലാം ഇസ്രായേലിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഈ പറഞ്ഞ ആക്രമണത്തിന്റെ പേരിൽ ട്രംപ് നടത്തിയെന്നൊക്കെ പറയുന്നത് മീഡിയാസ് ഹൈപ്പുകളാണ്. അതിനകത്തൊന്നും ഒരു വസ്തുതയുമില്ല. ഈ ട്രംപാണ് ഏറ്റവും അധികം ശക്തമായ, അതായത് നമ്മൾ കാണേണ്ട കാര്യം, ഇതിനെതിരെ, അതായത് ഇസ്രായേല് ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ ആദ്യം ന്യായീകരിച്ചത് ഈ ബസാലേൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന മന്ത്രിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് നിർമ്മല സീതാരാമനുമായിട്ട് ഈ സാമ്പത്തിക സഹകരണ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ്, തൊട്ടടുത്ത ദിവസമാണ് ഈ സംബന്ധം നടന്നത്. അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും യുക്തമായ തീരുമാനമാണ് ഈ ആക്രമണം എന്നാണ്. ഇസ്രായേലിന്റെ മന്ത്രി നടത്തിയ പ്രഖ്യാപനമാണിത്. എന്ന് മാത്രമാണോ, ഈ സംഭവം നടന്നപ്പോൾ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ആക്രമണം നടന്ന ഖത്തറിലേക്കല്ല പോയത്, ആക്രമണം നടത്തി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയെ കാണാനാണ് പോയത്. ഇതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയും ഇല്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ ഇസ്രായേൽ നടത്തുന്ന എല്ലാ ആക്രമണങ്ങൾക്കും നമ്മൾ നോക്കൂ, ഇപ്പൊ എത്ര രാജ്യങ്ങളിൽ അവർ ആക്രമണം നടത്തി. ലെബനോണിൽ ആക്രമിക്കുന്നു, സിറിയയിൽ ആക്രമിക്കുന്നു, യോർദാന്റെ കുറച്ച് സ്ഥലങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഈജിപ്തിന്റെ പ്രദേശം കൈവശപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ നിരന്തരമായി ആക്രമിച്ചിട്ട് വീണ്ടും പറയുകയാണ്, ഞങ്ങള് എവിടെയൊക്കെ ഉണ്ട്, അവര് ഏത് രാജ്യത്തുണ്ടായാലും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും, ഞങ്ങളുടെ കരങ്ങൾ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം, ഏത് രാജ്യത്ത് വേണമെങ്കിലും ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരാളിനെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ആക്രമിക്കണമെന്നോ വിചാരിച്ചാൽ അവിടെ ആക്രമിക്കും. അതിനെ ആരും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. ഒരു അന്തർദേശീയ നിയമങ്ങളും അവർക്ക് ബാധകമല്ല. അന്തർദേശീയ നിയമങ്ങളെ പുച്ഛത്തോടു കൂടി കാണുന്ന, വാസ്തവത്തിൽ അന്തർദേശീയ നിയമങ്ങളെ എല്ലാം തള്ളിക്കളയുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. അത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്ന, ഞാൻ പറയുന്നത് 100% പിന്തുണ നൽകുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്ക സ്വിച്ച് ഓഫ് ചെയ്താൽ അവസാനിക്കുന്നതാണ് ഇസ്രായേലിന്റെ ആക്രമണം. അത് നമ്മൾ ലോകം മനസ്സിലാക്കണം. ഈ ട്രംപ് ഒക്കേഷണലി പറയുന്ന വാചകങ്ങളൊന്നും യാതൊരു ആത്മാർത്ഥതയോട് കൂട്ടിയുള്ളതല്ല, അർത്ഥപൂർണമല്ല. വാസ്തവത്തിൽ നമ്മൾ കാണേണ്ടത് ഇതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. മറ്റുള്ള രാജ്യങ്ങളെ പേടിപ്പെടുത്തി അമേരിക്കൻ ചേരിയിൽ നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ തരത്തിൽ ഇസ്രായേൽ നടത്തുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം തന്നെയാണ്, കാര്യത്തിൽ യാതൊരു സംശയമില്ല.